ഇന്നിതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഉള്ളിവടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ടുള്ള സവാള എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിത് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലോട്ടിട്ട് കൊടുക്കാം. ഞാനിവിടെ 5 സവാള നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി അതിലോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ഞെരടിയെടുക്കില്ല, അതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഞെരടിയെടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് സമയം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഒരു 10 മിനിറ്റ് സമയം, ഒരു 10-15 മിനിറ്റ് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതിലോട്ടൊരു 1/4 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി വെച്ചിട്ട് കൈ വെച്ച് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മളിപ്പോൾ തീരെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഉള്ളിൽ നിന്ന് നമ്മൾ കുറച്ച് സമയം ഉള്ളി റെസ്റ്റ് ചെയ്യാൻ വെച്ചതില്ല, അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു ഈർപ്പമൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെ മതിയാവും. അതുകൊണ്ട് വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം ഉപ്പെല്ലാം പാകത്തിനാണോ എന്നൊന്ന് നോക്കണം കേട്ടോ. ഇനി അതിനുശേഷം കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ചെറിയ ബോളാക്കി എടുത്തു. ഇനി കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. നമുക്ക് ഉള്ളിവടയുടെ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം. ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത്, ഓയിൽ നന്നായിട്ടും ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളിവട അതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഫുൾ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ളു വേവില്ല, പുറം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നല്ലൊരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഉള്ളെല്ലാം വെന്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മളിത് കോരി മാറ്റണം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഉള്ളിവട. കഴിക്കാനും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാനും വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.